അതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് വിപണിയിലുള്ളതിൽ അസോസ്ട്രോബിന്റെയും സൈഫ്ലൂസാമൈഡിന്റെയും കോമ്പിനേഷനിൽ ഏറ്റവും വില കുറഞ്ഞ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് പ്രബോധ്. ഈ രോഗം എന്ന് വെച്ചാൽ നമുക്ക് നോക്കാം, ഇത് ഏറ്റവും നല്ല ടോപ്പായിട്ട് അതായത് വന്നിട്ടുള്ള ലീഫിലാണ് വന്നിട്ടുള്ളത്. ചെറിയ ചെറിയ സ്പോട്ടായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക. നമുക്ക് ആദ്യം നമുക്കിത് കാണാൻ പറ്റും. ഈ ഇലയിൽ നമുക്കിത് തുടങ്ങിയിട്ടുണ്ടാവും. തുടങ്ങി ഇതിപ്പോൾ നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലായി, ഈ ഇലയിൽ കണ്ടില്ലേ, നമ്മൾ വിരിയുന്നതിന് മുമ്പ് ഇത് ഇലയിൽ തുടങ്ങി. ഇത് വിരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതേ പറഞ്ഞ തന്നെ സ്പ്രെഡ് ആവും. ഇത് സ്പ്രെഡ് ആയി കഴിഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് വ്യാപിക്കും. നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം, ഇതിന്റെ ഇത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു തോട്ടമാണ്. അപ്പോൾ അതിന്റെ നമുക്ക് ഈ പറഞ്ഞ കണ്ടില്ലേ, പുതിയ 2 ഇലയിലും വന്നു. ഇനി ഇവിടുന്ന് ഇപ്പം നമ്മൾ ഒരു ചെറിയ സ്പോട്ട് ആയിട്ടുണ്ടെങ്കിൽ ഈ സ്പോട്ട് ഇങ്ങനെ വലുതായി വലുതായി വരും. അങ്ങനെ ഇലയിൽ പ്രകാശ സംശ്ലേഷണോ കാര്യങ്ങളോ ഒന്നും നടക്കാണ്ട് ഈ ഇല കംപ്ലീറ്റ് ആയിട്ട് തന്നെ പോകും. ഞങ്ങൾക്ക് ഇതിന്റെ തൊട്ടടുത്തുള്ള ചെടി നിങ്ങൾ നോക്കുക. ഈ തൊട്ടടുത്തുള്ള ചെടിയിലാണെങ്കിലും ഇതേ സെയിം പ്രശ്നമുണ്ട്. ഈ പുതിയ ലീഫ് ഇതാ, ഇത് വിരിഞ്ഞിട്ടില്ല, വിരിഞ്ഞ് വരുന്നേ ഉള്ളൂ. ഇത് നമ്മൾ എടുത്തു നോക്കുവാണെങ്കിലും ഈ പറഞ്ഞ ഇലയിലും ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ട്. അപ്പോൾ നമ്മളിത് അറിയില്ല. എല്ലാം പുതിയ ഇലകളിലെല്ലാം തന്നെ കൂമ്പ് ഇലകളിലെല്ലാം വന്നിട്ടുണ്ട്. ഇത് വളരെ പെട്ടെന്ന് തന്നെ വ്യാപിക്കും. കാരണം നമുക്കൊരു 1, 2, 3 ദിവസം കൊണ്ട് തന്നെ വളരെ വ്യാപകമായിട്ട് തന്നെ ഇത് വ്യാപിക്കും. അപ്പം നമ്മളിത് പെട്ടെന്ന് കൺട്രോൾ മെഷർ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ തോട്ടം തന്നെ പെട്ടെന്ന് പോയി പോകും. കാരണം ഇനി അങ്ങോട്ട് നമുക്ക് വെയിലും കാര്യങ്ങളെല്ലാം വരുന്നു. പ്രിയപ്പെട്ട വിഷ്ണു, നമസ്കാരം. നമസ്കാരം. വിഷ്ണു, വീഡിയോ ഒക്കെ എന്താണ് വൈകുന്നത് പല കർഷകരും ചോദിക്കുന്നു. ഇപ്പൊ വയനാട്ടിൽ നിന്ന് വരെ കർഷകർ വിളിക്കുന്നുണ്ട്. അതെ. ഏറ്റവും അപ്ഡേറ്റ് ആയിട്ടുള്ള നമ്മുടെ ഒരു വിഷയമാണ് ഇപ്പം വിഷ്ണുവിന്റെ മുന്നിൽ നിൽക്കുന്ന ഈ ചെടിയുടെ ഇലകൾ. അതാണ് ഹെവി റെയിൻ ആയിരുന്നു, അതിനുശേഷം നല്ല മഞ്ഞൾ, ഏതാണ്ട് ഒരു മൊസൈക്കിന്റെ ഇല പോലെയൊക്കെ തന്നെ എനിക്ക് തോന്നുന്നു. ആ നമ്മുടെ കർഷകർ പല പല മാർഗങ്ങൾ സ്വീകരിക്കുന്നു. ബോർഡോ മിശ്രമൊക്കെ അടിച്ചിട്ടും കൺട്രോൾ ആകുന്നില്ല എന്നാണ്. എന്താണ് അടിയന്തര പ്രാധാന്യമായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു മാർഗം? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഏറ്റവും ദിവസങ്ങൾ കൊണ്ട് വളർന്നു പിടിക്കുകയാണ്, ഇലച്ചെടി തന്നെ ഒരു നാശത്തിലേക്ക് പോകുന്ന ഒരു സ്ഥിതിയാണ്. എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്? ഇത് ഈ ഒരു അസുഖം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെന്താളെന്ന് പറഞ്ഞ അസുഖമാണ്. നമുക്ക് ഈ അസുഖം വരാൻ മെയിൻ ആയിട്ടുള്ള ഒരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഈ മഞ്ഞും വെയിലും വരുന്ന സമയത്താണ്. നമുക്ക് പറയാം, മഴ ചിലപ്പോൾ നമുക്ക് ഒരു ദിവസം മാറി നിന്ന് അടുത്ത ദിവസം നമുക്ക് വെയിലാവുന്നുണ്ട്, വീണ്ടും മഴയാവുന്നുണ്ട്. കൂടാതെ രാവിലെകളിലെല്ലാം നമുക്ക് ഉച്ച കഴിഞ്ഞിട്ട് നല്ല മഞ്ഞ് വരുന്നുണ്ട്. ആ സമയത്താണ് ഈ രോഗം ഏറ്റവും കൂടുതലായിട്ട് തന്നെ സ്പ്രെഡ് ആവുന്നത്. കൊളറ്റോട്രൈക്ക് എന്ന് പറഞ്ഞ രോഗകാരിയാണ് ഇതിന് കാരണം. നമ്മൾ ലോക്കലി നമ്മൾ പറയുന്ന അസുഖമാണ് ചെന്താൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിനെ നമുക്ക് കൺട്രോൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പുതിയ ലീഫുകൾ നമ്മളിപ്പോൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് താഴത്തെ ലീഫുകളല്ല, പുതിയ ലീഫുകൾ വെള്ളം കെട്ടി നിൽക്കും. മഴ പെയ്യുമ്പോൾ വെള്ളം ഇറങ്ങിയിട്ടും പിന്നെ വെയിൽ വരുന്നതിൻ്റെ അതിൻ്റെയും പ്രശ്നമുണ്ട്. അപ്പോൾ ഇത്രത്തോളം വരുന്ന സമയത്ത് നമുക്ക് ഫോട്ടോസിന്തസിസ് കാര്യങ്ങളെല്ലാം അഫക്റ്റ് ആയി നമുക്ക് ഈ ചെടി തന്നെ ശരിക്കും പോകുന്ന അവസ്ഥയിലോട്ട് ഭീകരമായിരിക്കും അവസ്ഥ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പലത് കൂമ്പിലോട്ട് വെള്ളം ഇറങ്ങി നിൽക്കുകയും പിന്നീട് വെയിൽ പിന്നെ മഞ്ഞ് ഇങ്ങനെയുള്ള എല്ലാം ഇവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷനാണ്. ഈ സമയത്താണ് ഇത് ഏറ്റവും കൂടുതലായിട്ട് തന്നെ പടരുന്നത്. ഇതാണ് കണ്ടീഷൻ വരുന്നത്. ഞാനിപ്പോൾ പറയുന്നത്, നമ്മൾ ഈ ഒരു ചെടിയിലോട്ട് നോക്കുവാണെങ്കിൽ ശരി നമുക്ക് ഈ പറഞ്ഞ എല്ലാ ചെടികളിലും ഈ പ്രശ്നങ്ങളുണ്ട്. ഇത് വളരെ സ്പീഡായിട്ട് തന്നെ പടർന്നു പിടിക്കുകയും നമുക്ക് ചെടികളിൽ പ്രകാശ സംരക്ഷണം നടക്കാതെ ചെടി ഇലയെല്ലാം പോയിട്ട് നമുക്ക് എന്താ പറയുക, ചെടി തന്നെ ഫുള്ളായിട്ട് നശിച്ചു പോകുന്ന അവസ്ഥ വരും. അപ്പോൾ ഇതിന് നമുക്ക് 100% ആയിട്ട് നമുക്ക് റിസൾട്ട് കിട്ടാവുന്ന ഒരു കോമ്പിനേഷനാണ് ഇപ്പം ഞാൻ നിങ്ങളോട് പറയുന്നത്. നമ്മുടെ പ്രഭാത് എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ കോമ്പിനേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൈഫ്ലൂസാമൈഡും അസോസിസ്ട്രോബിനുമാണ് വരുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് നിങ്ങൾക്ക് തട്ടമറിയുന്ന പ്രശ്നം ഉണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ആവും. പിന്നെ ഈ പറഞ്ഞ ചെന്താളിനെയും നല്ല രീതിയിൽ തന്നെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിന്റെ ഡോസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 150 മില്ലി 200 ലിറ്റർ വെള്ളത്തിലേക്കാണ് ഉപയോഗിക്കേണ്ടത്. ചെറിയ ബാരൽ കോസ്റ്റേ ഉള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾ കണ്ട് മനസ്സിലാക്കി. ഇപ്പം നിങ്ങളുടെ തോട്ടങ്ങളിലെല്ലാം നിങ്ങൾ പോയി നോക്കുക. കാരണം നമ്മൾ വിസിറ്റ് ചെയ്യുന്ന എല്ലാ തോട്ടങ്ങളിലും ഈ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇത് അടിയന്തരമായിട്ട് തന്നെ നിങ്ങളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ചെടീനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് ഈ അസുഖം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ദിവസത്തേക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ പ്രഭാത് നമുക്കൊരു 150 മില്ലി 200 ലിറ്ററിൽ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് റിസൾട്ട് കിട്ടുന്നതാണ്. പ്രഭാതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് വിപണിയിലുള്ളതിൽ അസോസ്ട്രോബിന്റെയും സൈഫ്ലൂസാമൈഡിന്റെയും കോമ്പിനേഷനിൽ ഏറ്റവും വില കുറഞ്ഞ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് പ്രബോധ്. കാരണം പല പ്രൊഡക്റ്റുകളുണ്ട് അസോസ്ട്രോബിൻ സൈഫ്ലൂസാമൈഡിന്റെ, പക്ഷേ ഈ ഒരു പ്രൊഡക്റ്റിന് ഇന്ന് വിപണിയിലുള്ളതിൽ ഏറ്റവും നല്ല വിലക്കുറവും നല്ല റിസൾട്ടുമായിട്ടും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഇതിന് ഈ ഒരു പ്രൊഡക്റ്റിന്റെ വേറൊരു അഡ്വാൻറ്റേജ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചെടിയിൽ നന്നായിട്ട് തന്നെ പ്രകാശ സംശ്ലേഷണം ബൂസ്റ്റ് ചെയ്യും. അപ്പോൾ അതെല്ലാ കെമിക്കലിനും അത് ഉണ്ടാവില്ല. ഇതിനങ്ങനെ ബൂസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ചെടിയിൽ ആ ഒരു പച്ചപ്പ് നിലനിർത്താൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും. പിന്നെ കൂടുതൽ രോഗങ്ങൾ വരാതെ കൂടുതൽ ഡ്യൂറേഷനിലേക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് ഡ്യൂറേഷനിലേക്ക് നമുക്ക് കൊണ്ടുപോകാനായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും. ഇത് ഉപയോഗിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇൻസെക്ടിസൈഡിന്റെ കൂടെ കൊടുക്കാൻ കഴിയുന്നത്, അതോടൊപ്പം തന്നെ ഡോസേജ് ഇതിന്റെ ഡോസേജ് 150 മില്ലിയാണ്. നമുക്ക് ഇത് പറഞ്ഞ പോലെ തന്നെ എല്ലാ ഇൻസെക്ടിസൈഡിന്റെ കൂടെ ചേർക്കാം. നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂട്രിയൻസും ഇൻസെക്ടിസൈഡ് അങ്ങനെയുള്ളതൊന്നും ഒരുമിച്ച് കൊടുക്കാതിരിക്കുക.
ന്യൂജൻ ആയിട്ട് വരുന്ന ഇൻസെക്ടിസൈഡുകളുടെ കൂടെയൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ ഇപ്പോൾ വരുന്ന കെമിക്കലെല്ലാം എല്ലാ ന്യൂജൻ ടൈപ്പുകളുടെ കൂടെ നമുക്ക് കോമ്പാറ്റബിലിറ്റി ഇഷ്യൂസ് ഒന്നുമില്ല. നമുക്ക് ധൈര്യമായിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമുക്ക് നേരിട്ട് തന്നെ ഒരു 150 മില്ലി 200 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ ഇലയും മൊത്തത്തിൽ ചെടിയൊന്ന് കുളിപ്പിച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ചെറിയ കണ്ണിയഴുകലും അതേ പറഞ്ഞ പോലെ തന്നെ തട്ടമറിച്ചലിനും നല്ല രീതിയിൽ തന്നെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ചെന്താൾ രോഗത്തിനെയും നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യും. നമുക്കിപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പോമ എന്ന് പറഞ്ഞിട്ട്, അതായത് നമ്മൾ പോള പൊളിച്ചിട്ട് കാണുന്നുണ്ട്. ഓക്കെ. പോള പൊളിച്ചത് കാരണം തട്ടമറിച്ചൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൈസക്ടോണിയ കാരണം. അപ്പൊ നമുക്ക് പോമ രോഗത്തിന് അതേ പറഞ്ഞ പോലെ തന്നെ തട്ടമറിച്ചലിന് പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ചെന്താളിനും നല്ല രീതിയിൽ തന്നെ 100% നമുക്ക് റിസൾട്ട് ഉണ്ട്. അപ്പോൾ ഇതിന്റെ ഉപയോഗം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ 150 മില്ലി 200 ലിറ്റർ വെള്ളത്തിലേക്കാണ്. അതിന്റെ കൂട്ടത്തിൽ ഇതേ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇൻസെക്ടിസൈഡ് കാര്യങ്ങളൊക്കെ ന്യൂജൻ ടൈപ്പുകളൊക്കെ ചേർത്ത് ഉപയോഗിക്കുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല.